അത് വിചാരിച്ചത് എല്ലാം കൂടി ഒരു ഇസ്ലാമിക സാമ്രാജ്യം പോലെ സാമ്രാജ്യം ഉണ്ടാക്കുന്ന ഒരു ഉദ്ദേശിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. ആസർക്ക് പിന്നെ നമ്മൾ പുറത്ത് കാണുമ്പോൾ നമ്മൾ ഈ മണ്ടത്തരം ഭയങ്കര അതൊരു വിഭാഗം മാത്രമാണ്. നല്ല ബുദ്ധിയുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നത്. എത്രയും ഭാഗങ്ങൾ കൂടി രാജ്യം ഉണ്ടാക്കാൻ പറ്റും, അതൊന്നും പറ്റില്ല. പക്ഷെ അതൊരു കൾച്ചറൽ ബെൽറ്റാണ്. ആ കൾച്ചറൽ ബെൽറ്റിനെ റെസ്പെക്ട് ചെയ്യണം, അത് നിലനിർത്തണം. ആ കൾച്ചറലായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് മാത്രമാണ് അവർ പറയുന്നത് എനിക്ക് തോന്നുന്നത്. അത് ആളുകൾ വീരല്ലാണ്ട് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ തൊട്ടിട്ട് പിന്നെ സിംഗപ്പൂർ വരെയുള്ള പ്രദേശങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് RSSൻ്റെ ലക്ഷ്യം. അതൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂടി ഇങ്ങോട്ട് കൂട്ടുക എന്നുള്ളത്, അഖണ്ഡ ഭാരതം കൂട്ടിയാൽ ഭയങ്കര തലവേദനയാണ്. ഉള്ള തീവ്രവാദികളെ നമ്മളെങ്ങനെ ഇവിടുന്ന് കഷ്ടപ്പെട്ടു കാശ്മീർ അതൊരിക്കലും നടക്കുമോ? അല്ല, അതാണ് RSSൻ്റെ അജണ്ട. അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമുണ്ട്. അതും അവർ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി നമ്മളെ ഒറ്റപ്പെടുത്തി ഈ ഉപരോധങ്ങളൊക്കെ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയും. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ നാളുകളെ കൂടെ കൂടി അവർ സമാധാനം ഉണ്ടാവില്ല. ഇവിടെ കഷ്ടപ്പെട്ടാണ് പഞ്ചാബിലെയും നോർത്ത് ഈസ്റ്റിലേക്ക് തീവ്രവാദം ഒതുക്കിയത്. ഇവന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പരിപാടി എന്നേക്ക് ഇവിടെ. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അവന്മാരായിട്ട് കമ്പനി കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ഏരിയയിലൊക്കെ അധികം കാല് വെക്കാതെ അമ്മമാരെ പാടായി എന്ന് വിചാരിക്കുന്നതല്ല. പിന്നെ ഈ അരാക്കൻ ആർമിയെ പോലുള്ള ചില സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഹിന്ദുക്കളുടെ കാര്യം സംരക്ഷിക്കുക, ആണെങ്കിൽ രാജ്യം ഉണ്ടാക്കുക. അതൊക്കെ നമുക്ക് പറ്റുള്ളൂ. അതിന് അമേരിക്ക വിചാരിക്കണം. രാജ്യം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അമേരിക്ക സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അമേരിക്ക അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന് റെലവൻസ് ഉള്ളൂ. അത്ര എളുപ്പമല്ല ഒന്നും.